അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനു സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലി വഅലൽ മുഅ്മിനീന വഅൽസമഹും കലിമത്തത് തഖ്വ വകാനൂ അഹഖ്ക ബിഹാ അഹ്ലഹാ വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചു കിടത്തുന്നു തുടങ്ങുകയാണ്. തഖ്വയുടെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും തഖ്വയുള്ളവനായിരിക്കുക എന്നത് മതം അവനെ പഠിപ്പിക്കുന്നൊരു പാഠമാണ്. അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ കൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഅബ് ബിൻ ഉബയ്യിനോട് ചോദിക്കുന്നുണ്ട് തഖ്വയെ സംബന്ധിച്ച്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞൊരു പാതയിലൂടെ നടന്നു പോകേണ്ടി വരുമ്പോൾ ആ മാലിന്യങ്ങളും കല്ലും മുള്ളുമൊക്കെ ശരീരത്തിൽ പറ്റാതെ, മുറിവ് പറ്റാതെ എത്രമേൽ നമ്മൾ സൂക്ഷിക്കുമോ അതുപോലെ നിത്യജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. പലപ്പോഴും തഖ്വ കൊണ്ട് നമ്മൾ അങ്ങും ഇങ്ങുമൊക്കെ ഉപദേശിക്കാറുണ്ട്. എല്ലാ ഉദ്ബോധനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ആദ്യഘട്ടത്തിൽ നമ്മളെക്കാര്യം വിശദീകരിക്കാറുണ്ട്. ഒരുപക്ഷെ അത്തരം കൂടുതലായിട്ടുള്ള ഉത്ബോധനങ്ങൾ കൊണ്ടാകാം ഇതിൻ്റെ പ്രാധാന്യം, അതല്ലെങ്കിൽ ഇതിൻ്റെ വില സമൂഹത്തിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് അനുഭവം. ജീവിതത്തിൽ എത്ര കണ്ട് നമ്മൾ തഖ്വയുള്ളവരാകുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തഖ്വയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലാഹുവാണ്. കലിമത്തു തഖ്വ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നമ്മുടെ വിചാര വികാരങ്ങളെ, പ്രവർത്തനങ്ങളെയൊക്കെയും നമ്മൾ സമർപ്പിക്കേണ്ടത് ആ ഒരു പടച്ചവനിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തഖ്വയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും അള്ളാഹുവിലേക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. തഖ്വയില്ലാത്തതൊന്നും ഒരാളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ച വചനം ഖുർആനിലെ 48-ാമത്തെ അധ്യായം സൂറ ഫത്തഹിലെ 26-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഫഅൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ.
അള്ളാഹു അവൻ്റെ പ്രവാചകനും വിശ്വാസികളുടെ മേലെയും അവനിൽ നിന്നുള്ള സമാധാനം ഇറക്കി കൊടുക്കുകയുണ്ടായി. വ അൽസമഹും കലിമത്തു തഖ്വ, കലിമത്തു തഖ്വയെ, സൂക്ഷ്മതയുടെ വാക്യത്തെ അള്ളാഹു അവരുടെ മേൽ നിർബന്ധമാക്കുകയുണ്ടായി, സ്വീകരിക്കാൻ അവരെ കൽപ്പിക്കുകയുണ്ടായി. വകാനു അഹഖു ബിഹ അഹ്ലഹ, അവരതിന് ബാധ്യതപ്പെട്ടവരും തീർച്ചയായും അർഹരുമാണവർ. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും കൃത്യമായി അറിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനം അവസാനിപ്പിക്കുന്നത്. ഈ വചനത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും മദീനയിൽ നിന്ന് മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരികയും ഹുദൈബിയ എന്ന സ്ഥലത്ത് വച്ചുകൊണ്ട് പ്രവാചകനെയും വിശ്വാസികളെയും ഖുറൈശികൾ തടയുകയും എന്നിട്ട് അവർ അവരുടെ പഴയ ജാഹിലിയ കാലഘട്ടത്തിലെ ആ ഒരു ദുരഭിമാനം അവർ പുറത്തെടുക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകനെയും വിശ്വാസികളെയും ഉംറയിൽ നിന്ന് അവർ വിലക്കുകയുണ്ടായി. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു ഇത് പറയുന്നുണ്ട്. ഇത് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത്തു ഹമിയ്യത്തുൽ ജാഹിലിയ്യ, സത്യനിഷേധികളായ ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ള ദുരഭിമാനം, ജാഹിലിയത്തിൻ്റെ ദുരഭിമാനം അവർ വിശ്വാസികളുടെ മേൽ പ്രകടിപ്പിച്ചു എന്ന് ഖുർആൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പാരമ്പര്യമായി തങ്ങൾ പരിശുദ്ധ ഹറമിൻ്റെ പരിപാലകരാണ് എന്നവർ വീമ്പ് പറയുമ്പോഴും അതിൻ്റെ ആദരണീയതയെ അവർ അംഗീകരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അവിടുത്തെ അനുചരന്മാരെയും അവിടെ വന്ന് ആരാധനകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവർ തടയുകയുണ്ടായി. അതവരുടെ ജാഹിലിയത്തിൻ്റെ ദുരഭിമാന ബോധമാണ്. ആ തടയുന്നതിനെ അവർ ന്യായീകരിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ അവിടെ കടക്കാൻ സമ്മതിക്കുകയില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ണ് കാണുന്ന ഒരാളുള്ള കാലത്തോളം ഞങ്ങളതിന് സമ്മതിക്കുകയില്ല എന്നവർ വീമ്പ് പറയുന്നുണ്ട്. അവരുമായി സന്ധിയിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എഴുത്തുകാരനോട് പ്രവാചകൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ. എന്നാൽ ശത്രുപക്ഷത്തുള്ള ഖുറൈശി നേതാവായ ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. കാരുണ്യവാനായ ഒരു പടച്ചവനെ ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് വേണമെങ്കിൽ ബിസ്മില്ല എന്ന് എഴുതാനാണ് പറയുന്നത്. ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ വിശ്വാസികളെ അള്ളാഹു നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. വ അൽസമഹും കലിമത്തു തഖ്വ, സൂക്ഷ്മയുടെ വാക്യം കൊണ്ട് അള്ളാഹു അവരെ നിർബന്ധിക്കുകയുണ്ടായി, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയുണ്ടായി. കൂടെയുള്ള പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വികാരഭരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരരും അള്ളാഹു കൽപ്പിച്ചതുപോലെ ആ പറഞ്ഞെടുത്ത് നിന്നു എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഖയ്യിം കലിമത്തു തഖ്വയെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വഹിയ ജിൻസുൻ യഉമ്മു കുല്ലു കലിമത്തിൻ യുത്തഖല്ലാഹു ബിഹാ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കൽപ്പിച്ചുകൊണ്ടുള്ള എല്ലാ വാക്കുകളും തഖ്വയിൽ അധിഷ്ഠിതമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മെ മെരുക്കിയെടുക്കേണ്ടുന്നൊരു സംഭവമാണ് എന്ന് വികാരഭരിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു അവരെ നിർബന്ധിച്ചു അതിനു വേണ്ടി എന്ന് പറയുന്നിടത്ത് എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിൻ്റെ ഘട്ടത്തിൽ അവർ തങ്ങളുടെ പ്രബോധിതരായ ആളുകളോട് കൽപ്പിച്ചതായി ഖുർആൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. 26-ാമത്തെ അധ്യായത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമയെയും ഹൂദ് നബി അലൈഹിസ്സലാമയെയും ഒക്കെ രേഖപ്പെടുത്തിയെടുത്ത് ഇത് കാലലഹും അഹൂഹുൻ നൂഹൻ, നൂഹ് അലൈഹിസ്സലാം തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ സന്ദർഭം അലാ തത്തക്കൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന്. ഇത് കാലലഹും അഹൂഹും ഹൂദുൻ, ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം
അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന്. 29-ാമത്തെ അധ്യായം സൂറ അൻകബൂത്തിലെ 16-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നുണ്ട്. വ ഇബ്രാഹിമ ഇദ് ഖാല ലി ഖൗമി, അദ്ദേഹം തന്റെ സമുദായത്തോട് പറയണ്ടായി, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം, വത്തഖൂ, അവനോട് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്, ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണ് എങ്കിൽ. അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും ഉത്ബോധനത്തിന്റെ ഒരു ഭാഗമാണ് തഖ്വ കൊണ്ട് ആളുകളെ ഉദ്ബോധിപ്പിക്കുക എന്നത്. ആ തഖ്വ ഓരോരുത്തരും ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ തഖ്വ നമ്മൾ ആർജിച്ചെടുക്കുക? തഖ്വ ആർജിച്ചെടുക്കാൻ ഏതെങ്കിലും കുറുക്കുവഴികൾ ഇസ്ലാമിലില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു തഖ്വയുള്ളവനാകാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവനാണ് എന്ന് മറ്റുള്ളവർ നടിക്കാൻ വേണ്ടി, വിചാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയുള്ള വായനയിൽ, പഠനത്തിൽ നമുക്കതിന് മറ്റു മാർഗങ്ങളൊന്നും പറയുന്നില്ല. അള്ളാഹുവിനോടുള്ള കൃത്യമായ ആരാധന അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതിലൂടെയാണ് ഒരാൾക്ക് ഈ തഖ്വ ആർജിച്ചെടുക്കാൻ കഴിയുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക, അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ്. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക, ലഅല്ലക്കും തത്തഖൂൻ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അപ്പൊ സൂക്ഷ്മതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് തൻ്റെ ആരാധനയും പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക എന്നതാണ്. അതിലൂടെയാണ് ഓരോരുത്തരും തഖ്വ ആർജിച്ചെടുക്കേണ്ടത്. നമ്മൾ അനേക വട്ടം കേട്ടിട്ടുള്ളൊരു ഭാഗമാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ തന്നെ 183-ാമത്തെ വചനം. നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേലിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. ചില കാര്യങ്ങൾ അള്ളാഹു വിരോധിക്കുന്നു. ആ വിരോധങ്ങളെ അള്ളാഹു വിരോധിക്കുന്ന ആ സമയത്ത് വിരോധമായി തന്നെ കണക്കാക്കുക, എല്ലാ രംഗത്തുമല്ല. എത്രയാണോ അള്ളാഹു വിരോധിച്ചിട്ടുള്ളത് അവിടെ വരെയും. അതിനുശേഷം അള്ളാഹ് അനുവദിക്കുമ്പോൾ അത് ജീവിതത്തിൽ അനുഭവിക്കുക. ഹജ്ജിലും ഉംറയിലും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ നിൽക്കാൻ പറയുന്നു, അപ്പൊ നമ്മൾ അവിടെ നിൽക്കണം. ചിലയിടത്ത് കിടന്നുറങ്ങാൻ രാപാർക്കാനാണ് പറയുന്നത്, എങ്കിൽ അവിടെ രാപാർക്കണം. ചില സമയത്ത് നമസ്കാരത്തിന്റെ സമയമായാലും അവിടെ നമസ്കരിക്കേണ്ടതില്ല, മുസ്ദലിഫയിൽ വന്നിട്ടാണ് നമസ്കരിക്കേണ്ടതെന്ന് പറയാം. ഒരാൾ നമസ്കാരത്തിന്റെ അടിമയായി പോയാൽ അയാൾ വല്ലാതെ ബേജാറായി പോകും. ഒരു പക്ഷെ അയാൾ അറഫയിൽ തന്നെ നമസ്കാരം നിർവഹിക്കേണ്ടി വരും. എന്നാൽ ഈ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹ് പറഞ്ഞെടുത്ത് നിൽക്കുക എന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യും? മഗ്രിബിന്റെ സമയമായിട്ടും അവർ അറഫയിൽ നമസ്കരിക്കാതെ മുസ്ദലിഫയിൽ വന്ന് നമസ്കരിക്കുന്നു. മിനയിൽ താമസിക്കുന്ന വേളയിലൊക്കെയും ധാരാളം സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാ നമസ്കാരവും കസറാക്കി നിർവഹിക്കണം എന്നതാണ്. എന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനയിൽ അവിടെ നിൽക്കുക, അതാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആരാധനയോട് പ്രതിപത്തിയുള്ളവരാവുക എന്നതാണ്. ആരാധന എന്ന് പറയുന്നത് കൃത്യമായൊരു ഫ്രെയിമിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ്. നമുക്ക് നമ്മുടേതായ ഒന്നും അതിലേക്ക് കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യുക. ആ ചെയ്യുന്നതിലൂടെ ജീവിതത്തിന്റെ മറ്റ് വിശാലമായ മേഖലകളിൽ ഇതേ കൽപ്പന തന്നെ കൃത്യമായി പാലിക്കാൻ നമ്മൾ സ്വാഭാവികമായും അതിന് പാകപ്പെട്ടു വരിക എന്നതാണ്. അപ്പോൾ
തഖ്വ ആർജിക്കേണ്ട മേഖല എന്ന് പറയുന്നത് പ്രമാണങ്ങൾ അങ്ങനെയാണ് വിശദീകരിച്ചു തരുന്നത്. കുടുംബപരമായി ഞങ്ങൾ തഖ്വയുള്ളവരാണ് എന്നൊരാൾക്ക് പറയാൻ വയ്യ. പാരമ്പര്യമായിട്ട് വെള്ളിപ്പാട കാലം പോലെ നമ്മൾ തഖ്വയുള്ള ആൾക്കാരാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഇന്ന നാട്ടിലാണ് ജീവിക്കുന്നത്, അവിടെ ഉള്ളവരൊക്കെ ശുദ്ധരായിട്ടുള്ള മുവഹ്ഹിദുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു നാടിനെ അങ്ങനെ ഏതെങ്കിലും നിലയിൽ മെൻഷൻ ചെയ്യാൻ സാധ്യമല്ല. ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഉടയാടകൾ ധരിച്ചുകൊണ്ട്, ഇപ്പോൾ വലിയ മക്കനെയും വലിയ നിസ്കാര കുപ്പായൊക്കെ ധരിച്ചിട്ടാണൊരു സഹോദരി നടക്കുന്നത് എങ്കിൽ അത് ആളുകൾക്കൊരു പക്ഷെ അങ്ങനെയൊക്കെ തോന്നിയേക്കാം. എന്നാൽ അയാളുടെ തഖ്വയെ എങ്ങനെയാണ് അളക്കുക എന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹ് പറഞ്ഞെടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹു വിരോധിച്ചിടത്തേക്ക് കടന്നു പോകാതെ അവിടെ തന്നെ നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളിടത്താണ്. മറ്റത് നമുക്കൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെയും നമുക്ക് ഉടയാടുകളൊക്കെ മാറ്റി മറ്റുള്ളവരെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയും. അതൊന്നും ഒരു തഖ്വയായി യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് റസൂൽ എന്തു പറഞ്ഞു? ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്തഖ്വ ഹാഹുന. 3 വട്ടം പ്രവാചകൻ തന്റെ ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട്, നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇവിടെയാണ് കേട്ടോ തഖ്വ എന്ന് പറഞ്ഞത്. എന്നാൽ അവിടെ തന്നെയാണ് ദുഷ്ടതയും ഉള്ളത്. ഖുർആനിലെ 91-ാമത്തെ അധ്യായത്തിലെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വിശദമായ മറ്റൊരു പഠനത്തിന് ആവശ്യമുള്ള മേഖലയാണ്. സാധിക്കുന്നവർ അത് പഠിക്കുക. എന്താണ് അവിടെ പറഞ്ഞത്? വനഫ്സിൻ വമാ സവ്വാഹ. മനുഷ്യാസ്തിത്വത്തെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്തു പറയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ട് അതിന്റെ ദുഷ്ടതയും സൂക്ഷ്മതയും സംബന്ധിച്ച് അതിന് ബോധനം നൽകുകയുണ്ടായി. രണ്ടും അവിടെ തന്നെ ഉണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ അതിനെ സംസ്കരിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരതിനെ മലീമസമാക്കിയോ അവൻ ദൗർഭാഗ്യമടയുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതാണ് ആയത്തിന്റെ രത്നചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൽബിനെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരാളെ സമൂലാഗ്രം മാറ്റുന്നത് ഈ സംസ്കരണ പ്രക്രിയയിലൂടെയാണ്. അവിടെ നമ്മൾ തഖ്വയുള്ളവരായി മാറുക എന്നതാണ്. തഖ്വയില്ലാത്ത കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന് നമ്മൾ ആമുഖമായി തന്നെ പറഞ്ഞു വച്ചിരുന്നു. ഇന്നല്ലാഹു ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു പരമപരിശുദ്ധനാണ്. പരിശുദ്ധിയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത ഒന്നും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. വെളുത്ത മുഖവും കറുത്ത ചോറും നമ്മൾ ഭക്ഷിക്കാറില്ല. അത് ആതിഥേയന്റെ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റം നമ്മിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ എത്ര നല്ല വിരുന്നാണെങ്കിലും കഴിക്കാതെ പോരും. എങ്കിൽ അതിനേക്കാൾ മാന്യനാണ് അള്ളാഹു. ഏറ്റവും വിശിഷ്ടമായത് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. അത് നമസ്കാരമായിരുന്നാലും ഏത് ആരാധനയായിരുന്നാലും അതുകൊണ്ട് നിഷ്കളങ്കമായി തന്നെ കൊടുക്കണം. ആദം നബി അലൈഹി സ്വലാമയുടെ 2 മക്കളിൽ ഒരാളിൽ നിന്ന് അള്ളാഹു ബലി സ്വീകരിച്ചു, അവരിൽ നിന്ന് ബലി സ്വീകരിച്ചില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞത്, സ്വീകരിക്കപ്പെട്ടവൻ തന്റെ സഹോദരനെ ഉണർത്തുന്നുണ്ട്. 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 27-ാമത്തെ വചനം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. അത് എക്കാലത്തെയുമുള്ള വിശ്വാസികൾക്ക് പാഠമായിരിക്കണം. അതുകൊണ്ട് ഒരു നാട്യത്തിൻ്റെയും പിന്നാലെ പോകാൻ വിശ്വാസി ഒരു രംഗത്തും തയ്യാറല്ല. കാരണം അവൻ്റെ കർമ്മങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ സമർപ്പിക്കേണ്ടതാണ്. ചില കർമ്മങ്ങളൊക്കെയും ചുരുട്ടിക്കൂട്ടി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്നു. അതൊന്നും ഈ തഖ്വയില്ലാതെ വലിയ ആകാശം മുട്ടേ ചെയ്ത പ്രവർത്തനങ്ങളാണ്, കൂമ്പാരമായി ചെയ്തതാണ്. പക്ഷെ ഒന്നിലും തഖ്വയില്ലാത്തതായിപ്പോയി. അതുകൊണ്ട് ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ആ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ആത്മാവായി തഖ്വയുള്ളവരായിരിക്കാൻ, സൂക്ഷ്മത പാലിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്നതാണ്. ഇനി എന്താണ് അതിൻ്റെ മേന്മ എന്ന് പറയുന്നത്?
തഖ്വ ഉള്ളയോ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഖുർആനിലെ 9-ാമത്തെ അധ്യായത്തിലെ 4-7 വചനങ്ങളുടെ അവസാനം അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. 3-ാമത്തെ അധ്യായം ആലു ഇമ്രാനിലെ 76-ാമത്തെ വചനം ബലാമൻ ഔഫാ ബി അഹ്ദിഹി വത്തഖ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, വല്ലവനും കരാർ നിറവേറ്റുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം അത്തരം മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ എന്താണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്? കരാറുകൾ പാലിക്കുന്നവരാണ്, ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ്. ആ ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു സവിശേഷമായി രേഖപ്പെടുത്തുന്നു എന്ന് ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 176-ാമത്തെ വചനത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി അവനവൻ്റെ കാരുണ്യം പ്രത്യേകമായി രേഖപ്പെടുത്തി വയ്ക്കും. അബി അള്ളാഹുവിൻ്റെ കാരുണ്യം വസിഅത്തു കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ മേലെയും വിശാലമാണ് എന്ന് പറഞ്ഞതിന് ശേഷം സ്പെസിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകമായി അള്ളാഹു പറയാം, ഈ കാരുണ്യത്തെ നാം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി നാം അത് രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് എന്നുള്ളത്. അള്ളാഹു അവൻ്റെ രക്ഷയെ സംബന്ധിച്ചുള്ള വാഗ്ദാനം നൽകുന്നത് 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 61-ാമത്തെ വചനത്തിലൂടെയാണ്. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയാണ്. ബിമഫാസത്തിഹിം, ഒരു സുരക്ഷമായ സ്ഥലത്ത് നാം അവരെത്തിക്കുക തന്നെ ചെയ്യും. ലാ യമസ്സുഹുമസ്സൂ, ഒരു പ്രയാസവും നാളെ അവർക്ക് ബാധിക്കുകയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. വളരെ കൃത്യമായി ആത്യന്തികമായ രക്ഷയുടെ ആ ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് രക്ഷിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വിവേകമാണ്. നമ്മൾ ഓരോരുത്തരും വിവേകിയായിരിക്കുക എന്നതാണ്. എന്താണ് ഈ വിവേകം എന്ന് പറയുന്നത്? നല്ലതിനെയും ചീത്തയെയും ജീവിതത്തിൽ വേർതിരിക്കാൻ കഴിയുക എന്നതാണ്. അതത്ര വലിയ സംഭവമാണോ എന്നൊരു പക്ഷെ നമുക്ക് തോന്നും. എന്നാൽ പരിവരുത്ത ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം അത് ഏറ്റവും വലിയ സംഭവമാണ്. ചില തെറ്റുകൾ നമ്മൾ ചെയ്തു പോകാറുണ്ട്. അത് തെറ്റാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല, ജീവിതം ആ രീതിയിൽ ആയിപ്പോയത് കൊണ്ട്, തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും തെറ്റുകൾ ചെയ്യുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരി ഇന്നതാണ് എന്ന് അറിഞ്ഞിട്ടും ശരി ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിയെ മനസ്സിലാക്കാത്തതല്ല, ശരി ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ അവർ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് മറ്റു പല സന്ദർഭങ്ങൾക്ക് അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്കും അവർ വിധേയമാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒന്നെങ്കിൽ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഇടപെടലുകളാകാം, അതല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്നവർ തെറ്റിദ്ധരിച്ചതാകാം, അങ്ങനെ പലതുമാകാം. ഇതൊക്കെയാണ് ഈ വിവേകത്തിനൊരു തടസ്സമായി വരുന്നത്. എന്നാൽ മുത്തഖീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയും, നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാകുക, യജ്അൽ ലക്കും ഫുർഖാനൻ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു വിവേകം പ്രദാനം ചെയ്യും. നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കാനുള്ള ആ കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകും. വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു മറച്ചു കളയും. വയഗ്ഫിർ ലക്കും, അള്ളാഹു അത് നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹുൽ ഫദ്ലുൽ അലീം, അള്ളാഹു ഏറെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് ഉടമയാകുന്നു. അപ്പൊ ജീവിതത്തിൽ ഈ ഒരു സൗഭാഗ്യം, ജീവിതത്തിന് കൃത്യമായ വീക്ഷണമുള്ളവരായി, നിലപാടുള്ളവരായി ഒരാൾ മാറുന്നത് അയാൾ സൂക്ഷ്മത പാലിക്കുമ്പോഴാണ്, തഖ്വയുള്ളവരാകുമ്പോൾ ആണ് എന്ന് ഖുർആൻ അവിടെ കൃത്യമായി പറയാണ്. മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, 65-ാമത്തെ അധ്യായം സൂറ ത്വലാഖിലെ 2-3 വചനങ്ങളിലൂടെ, വമൻ യത്തഖില്ല, ആരാണോ അള്ളാഹുവിനെ
സൂക്ഷിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവനൊരു പോംവഴി ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്ക് കൂട്ടാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് ഉപജീവനവും നൽകും. അള്ളാഹു നൽകുന്നൊരു വാഗ്ദാനമാണ് പറയുന്നത്. അനേക വൈതരണികളിലൂടെയാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മളെല്ലാം വല്ലാതെ ഒരു പോംവഴി കാണാതെ ജീവിതത്തിൽ ഉഴലുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അള്ളാഹു പറയാണ്, അള്ളാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹു പറയുന്നിടത്ത് നിൽക്കുകയും അള്ളാഹു ചെയ്യാൻ പറയുന്നിടത്ത് ചെയ്യുകയും ഇരിക്കാൻ പറയുന്നിടത്ത് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന, അള്ളാഹുവിൽ അത്രമേൽ സൂക്ഷ്മത കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അത് ജീവിതത്തിൽ ലഭിക്കേണ്ട ഒരു വലിയ മാറ്റമാണ്. ഖുർആനിലെ 92-ാമത്തെ അധ്യായം സൂറ ലൈലിലെ 5, 6, 7 വചനങ്ങൾ. അമ്മാമൻ അഅ്താവത്തക്ക, ഏതൊരാളാണോ ദാനം ചെയ്യുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത്, വസദ്ദക ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ ഇസ്ലാമിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവൻ ആരാണോ, ഫസനയസ്സിറുഹു ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമായതിലേക്ക് അവൻ അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കും. അവന്റെ കാര്യങ്ങൾക്കൊക്കെയും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് പറയാം. അതിന്റെ ബേസിക്കായിട്ട് എന്താണ് പറഞ്ഞത്? അമ്മാമൻ അഴുത്ത വത്തക്ക എന്നുള്ളതാണ്. ദാനം ചെയ്യുക, സൂക്ഷ്മത പാലിക്കുക. പറഞ്ഞു വരുന്നതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ അഖില മണ്ഡലങ്ങളിലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയുള്ളവർ ആയിരിക്കുക എന്നതാണ്. പല നിലക്കും നമുക്ക് ബന്ധങ്ങളുണ്ട് ഇഹലോകത്ത്. കുടുംബ ബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്, അതല്ലെങ്കിൽ മറ്റു പല നിലക്കുമുള്ള പല ബന്ധങ്ങളുമുണ്ട്. ഈ ബന്ധങ്ങളൊക്കെയും നിലനിൽക്കുന്നത് എപ്പോഴാണ്? എല്ലാ ബന്ധങ്ങളും മരണത്തോടുകൂടി മുറിഞ്ഞു പോവുകയാണ്. എന്നാൽ ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറ സുഹ്റഫിലെ 67-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅ്ലുഹും ലിബഅ്ലിൻ ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കൾ ആ ദിവസം പരലോകത്ത് വരുമ്പോൾ അന്യോന്യം ശത്രുക്കളായിരിക്കും. ഇഹലോകത്ത് വെച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരേപോലെ ഒന്നിച്ചു പോയിരുന്നവർ അവിടെ വരുമ്പോൾ ശത്രുക്കളാണ്. എന്നാൽ അവിടെ മിത്രങ്ങളായിരിക്കുക മുത്തഖീങ്ങളായ ആളുകളായിരിക്കും. അപ്പൊ സൂക്ഷ്മതയുടെ പേരിൽ പരസ്പരം ബന്ധം ചാർത്താൻ ആ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും വലിയ പര്യവസാനം, എല്ലാ കാര്യങ്ങൾക്കും സുഖകരമായൊരു പര്യവസാനം ആർക്കാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്? ഖുർആനിലെ അനേക വചനങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സുഖകരമായ പര്യവസാനം എന്ന് പറയുന്നത് മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്കാണ്. കാറൂനിന്റെ അതിന്റെ പതനത്തിന് ശേഷം ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട് വിശ്വാസികൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, തിൽക്കത് ദാറുൽ ആഖിറ, പരലോകത്തിന്റെ ആ ഭവനം ആരാണ് ഉടമപ്പെടുത്തുക? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലവൻ ഫിൽ അർളി വലാ ഫസാദൻ, ഭൂമിയിൽ ഔന്നത്യം നടിക്കാത്ത ആളുകൾ, കുഴപ്പമുണ്ടാക്കാത്ത ആളുകൾ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സുഖകരമായ പര്യവസാനം എപ്പോഴും സൂക്ഷ്മത പാലിക്കുന്നവർക്കായിരിക്കുമെന്നാണ് ആ വചനം അവസാനമായി പറയുന്നത്. പറഞ്ഞു വന്നത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. തഖ്വയുടെ പ്രാധാന്യവും അതിൻ്റെ ഫലവും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്താൻ ഞാനും നിങ്ങളും സന്നദ്ധമാവുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.